എവിടാ ഇത്? ഇങ്ങോട്ട് പോരാ, ഞാൻ പുറത്തുണ്ട്. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്, മാവിന്റെ അവിടെ. വരുന്നു. ഫോൺ ശരിയാക്കി പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ ഷോപ്പിൽ വന്ന് വാങ്ങിയല്ലോ, ഇതിന് ഇങ്ങോട്ട് പോന്നെ? അല്ല, ശിവാനി ഫോണില്ലാതെ ബോറടിച്ചിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് തരാമെന്ന് ഞാൻ വിചാരിച്ചു. തെറ്റായി പോയോ? എനിക്കിവിടെ ബോറടി ഒന്നുമില്ല. ഈ വീട്ടിൽ വേറെ ഒത്തിരി ഫോൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ കനകാരിയുടെ ഫോൺ, ഇതൊക്കെ യൂസ് ചെയ്തോളാം. ശരി, ആയിക്കോട്ടെ. എന്തായി, ലൈനൊക്കെ പോയാ? എന്റെ ലൈനോ? എന്റെ ലൈൻ അങ്ങനെ എങ്ങനെയും പോവില്ല. ട്രൂ ലവ് ആണ്. എടോ അതല്ല, പിന്നെ ഫോണിലത്തെ ലൈൻ ഡിസ്പ്ലേ. ഓ, മറ്റേ ഡിസ്പ്ലേ വീണ ലൈൻ. അതൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ആക്കി. നിങ്ങട്ട് പിന്നെ ശിവാനി, ഈ ഫോണൊക്കെ മാറേണ്ട കാലഘട്ടമേ കഴിഞ്ഞു. അതുകൊണ്ട് എളുപ്പം മാറ്റാൻ നോക്ക് കേട്ടാ. ആലോചിക്കാം. തൽക്കാലം ഇപ്പൊ ബഡ്ജറ്റ് ഇല്ല. ബഡ്ജറ്റ് എന്തിന്? എന്റെ കടയിൽ ഇഷ്ടംമാതിരി ഫോൺ ഇരിക്കില്ല, ഞാൻ അടുത്ത് വീശൂലേ. അങ്ങനെ ഇപ്പൊ വീശുണ്ടോ? ബഡ്ജറ്റ് ആവുമ്പോ ഞാൻ കടയിലോട്ട് വന്നോളാം, അപ്പൊ തന്നാ മതി. ശരി, ആയിക്കോട്ടെ, പറഞ്ഞാ മതി, അയച്ചേക്കാം. അല്ല, ഇതിപ്പോ റിപ്പയർ ചെയ്തതിന്റെ കാശ് എത്രയാ? എന്നോട് റിപ്പയറിന്റെ പൈസ ചോദിക്കണല്ലേ? മോശമായി പോയി ശിവാനി, മോശമായി പോയി. പൈസ ഒന്നും വേണ്ട, ഇരിക്കട്ടെ. എന്ത് കട സോഷ്യൽ സർവീസിന് എടുത്ത് തുറന്നു വെച്ചേക്കുവാണ്? അല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് എന്റെ പ്രിയപ്പെട്ട ശിവാനിക്ക് വേണ്ടി മാത്രം. എങ്ങനെ? ശിവാനിക്ക് വേണ്ടി മാത്രം. തൽക്കാലം അത്രയും വിശാല മനസ്കതൊന്നും വേണ്ട കേട്ടാ. എന്ത് ചെയ്യാനാ, എന്റെ മനസ്സ് അത്രയും വിശാല മനസ്സായിപ്പോയി. ഒന്നും ചെയ്യാനില്ല. എനിക്ക് ബില്ല് അയച്ചിട്ടേ, ഞാൻ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്യാം. എന്തെങ്കിലും ആയിക്കോട്ടെ. എന്റെ അമ്മ ഏതാ? അമ്മൂമ്മതാ പറഞ്ഞു. ഹലോ അമ്മൂമ്മ, നമസ്കാരം. നീ എന്താ ഇവിടെ? അത് അമ്മമ്മേ, ശിവാനിയുടെ ഫോണ് കംപ്ലൈന്റ് ആയിട്ട് കടയിൽ കൊടുത്തു വിട്ട്. അമ്മൂമ്മ, അത് എന്റെ ഫോണിൽ മറ്റേ വര വീടുന്നുണ്ടായിരുന്നല്ലോ, അപ്പം അത് ഞാൻ നന്നാക്കാൻ വേണ്ടിട്ട് റോക്സിന്റെ കടയിൽ കൊടുത്തിട്ടുണ്ടായി. അപ്പൊ നന്നാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുതരാൻ വേണ്ടി വന്നതാണ്. അതെ അതെ അതെ. ഓരോ കാരണങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ. അയ്യോ, ഇത് ഉടായിപ്പൊന്നല്ല, ഇത് ഒറിജിനൽ ആയിട്ടുള്ള കാരണ. ഫോൺ കിട്ടിയല്ലോ. വേറെന്തെങ്കിലും ഉണ്ടോ? നിനക്ക് പൈസ കിട്ടിയായിരുന്നോ? പൈസ ഞാൻ വാങ്ങാറില്ലല്ലോ അമ്മമ്മേ. അതെന്താ? അത് പിന്നെ നമ്മുടെ ഇരിപ്പോഷം അങ്ങനെയാണല്ലോ. എങ്ങനെ എന്ന് വെച്ചാ പൈസ ഇപ്പൊ അമ്മൂമ്മേരെ ഫോൺ കേടാലും ഞാൻ ഫ്രീ ആയിട്ട് ശരിയാക്കി തരും. അതാണ് എന്റെ ഇരിപ്പോഷം. എന്നാ പിന്നെ പോകാൻ നോക്ക്. പൈസ ഇട്ട് കൊടുത്തേക്കണം. പൈസ എന്നാ പിന്നെ പോയാട്ടെ. ശരി. എന്തോ നോക്കിക്കൊണ്ടിരിക്കുവോ? യാത്രയൊക്കെ നിക്കുവന്നോ? പോയാ അങ്ങോട്ട്. പോന്നു. വളർന്നു വരും തോറും പിള്ളേര് വഷളായി വരുക. അതെങ്ങനാ? ഇവിടെ 2 പ്രേമരോഗികളുണ്ടല്ലോ. അത് കണ്ടല്ലേ നിങ്ങൾ പഠിക്കുന്നേ. ഇനി ഞാൻ ശരിയാക്കി കൊടുക്കാം. 2 ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്.